ആ ദീന് ഇന്ന ആളെയാണ് ഏൽപ്പിച്ചത്, അവര് പറഞ്ഞാ മതി എന്ന് പറഞ്ഞിരുന്നോ? ഒരു പ്രത്യേക കൂട്ടരെ ഏൽപ്പിച്ചിരുന്നോ? ഇന്ന ആളുകൾക്ക് ഈ പണി ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല എന്ന് ഹറമിലെ ഇമാമ തീരുമാനിച്ചാൽ അസറായാലും നടക്കില്ല. കാരണം എനിക്കത് ഓതി തീർക്കാൻ അറിയില്ല. വ്യവസ്ഥാപിതമായ മതവിദ്യാഭ്യാസം എനിക്ക് ലഭിച്ചിട്ടില്ല. റഹ്ബാനിയത്ത് നബ്തദഉ എന്ന് പറയുന്നുണ്ട് ഖുർആൻ. എന്താ പറയണ അറിയങ്ങള്? പൗരോഹിത്യത്തെ അവർ പടച്ചുണ്ടാക്കി. ഇന്ന ആളുകൾ പണ്ഡിതനോ മതമറിയുന്നവനോ പറയുന്നവനോ ആവണം, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ദീൻ നിങ്ങൾ പറയരുത്, രാഷ്ട്രീയം അവര് പറയരുത്. ആ പറയുന്നവർക്ക് പറയാൻ അവകാശമല്ലേ? അങ്ങനെ പൗരോഹിത്യമുണ്ടോ? ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു മതസംഘടനയിലും ഞാൻ അംഗവുമല്ല. പക്ഷെ എന്റെ വിശ്വാസപരമായ കാര്യങ്ങൾ, അതിന്റെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ക്രമീകരിക്കുമ്പോൾ ഞാൻ അനുധാവനം ചെയ്യുന്ന ഒരു മതസംഘടന ഇവിടെ ഉണ്ട്. സമസ്ത ലീഗില്ലാതെ സമസ്ത പ്രവർത്തിച്ചിട്ട് മുസ്ലിം സമുദായത്തിന് എന്താ നേടിയെടുത്തത്? ആ മതസംഘടനയ്ക്ക് 100 വയസ്സ് പ്രായം വരണം. അതിന്റെ 100ാം വാർഷികത്തിലേക്ക് കടക്കുന്ന ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതനമായ ആത്മീയ സംഘടനകളിൽ ഒന്നാണ്. 1.5 ലക്ഷം ആളുകളെ 3 ദിവസം കൊണ്ട് കോഴിക്കോട് കടപ്പുറത്ത് വിളിച്ചു കൂട്ടിയ സമസ്തയുടെ ഒറ്റ നേതാവിനായിട്ട് കയറ്റാതല്ലേ ഞങ്ങൾ ആ യോഗം നടത്തിയത്? കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ ഭൂരിപക്ഷവും അണിനിരക്കുന്നത് ആ സംഘടനയുടെ പിറകിലാണ്. ഞാൻ ആ സംഘടനയെ ശ്രദ്ധിച്ചപ്പോ, മുസ്ലിം ലീഗിനെ ശ്രദ്ധിച്ചപ്പോ 80% മനുഷ്യരും പൊതുവായി 2 സംഘടനയുടെയും പ്രവർത്തകരാണ്. ഈ സമസ്തയുടെ അകത്ത് എല്ലാവരും ഉണ്ട് എന്നിങ്ങനെ പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. സമസ്തയിൽ എല്ലാവരും ഉള്ളാവുന്നതിൽ നമുക്ക് വലിയ സന്തോഷമേ ഉള്ളൂ. സമസ്തയുടെ ആശയങ്ങളും ആദർശങ്ങളും നിലപാടുകളും ഉൾക്കൊള്ളുന്നവർ സമസ്തയുടെ കൂടെ നിൽക്കുന്നതിൽ നമുക്കൊക്കെ സന്തോഷമുള്ളൂ. പക്ഷേ ആരാണ് അവരെന്ന് ഒന്ന് ഡിസ്ക്ലോസ് ചെയ്യണം. സമസ്തയിൽ ആരൊക്കെയുള്ളത്? ഇതിങ്ങനെ ചില ആളുകൾ എല്ലാവരും ഉണ്ട് എന്നല്ല, ആരാളുള്ളത് ഉള്ളവർ പറഞ്ഞോട്ടെ, പക്ഷേ അത് ഡിസ്ക്ലോസ് ചെയ്യണം. അതാണ് ഡിമാൻഡ്. അവരോട് നമ്മൾ പറയാണ്, നിന്റെ ഉള്ളിലെ ലീഗ് എത്ര, നിന്റെ ഉള്ളിലെ സമസ്ത എത്ര, ഇപ്പം ഞങ്ങൾക്കിത് പങ്കുവച്ച് കിട്ടണം എന്ന് പറയാണ്. എല്ലാത്തിനെയും പുകച്ച് പുറത്ത് ചാടിപ്പിച്ചിട്ടേ ഇത് നിർത്തൂ. പിന്നെ പറയാണ് നഷ്ടം വരികയാണ്. സൂക്ഷിക്കണം കേട്ടോ ഷാജി, എനിക്കൊരു ചുക്കില്ല. വോട്ടും കൂട്ടൊന്നും കാട്ടിയിട്ട് എന്നെ പേടിപ്പിക്കാൻ പറ്റൂല. വെട്ടിമുറിക്കണം എന്ന് പറയണം. പറഞ്ഞു പോയേ മതിയാവൂ ചില കാര്യങ്ങൾ. അതിന്റെ നഷ്ടം എന്തുമാവട്ടെ. ലാഭങ്ങളെക്കുറിച്ചും നഷ്ടങ്ങളെക്കുറിച്ചും ആലോചിച്ചാണ് രാഷ്ട്രീയത്തിൽ നിലപാടുകൾ എടുക്കുന്നതെങ്കിൽ അതങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ. വെട്ടിപ്പങ്കിപ്പം കിട്ടണമെന്ന തർക്കം മുറുകുമ്പോ സ്നേഹമുള്ളവരെ, നിങ്ങൾ തിരിച്ചറിയേണ്ടത് വെട്ടിപ്പങ്കുവെക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ബാക്കിയുള്ളത് ഈ കേരളത്തിൽ മാത്രമാണ്.